അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ, സ്വപ്നങ്ങളും സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനങ്ങളും പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് സിംഹത്തെ സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം എന്നുള്ളതാണ്. നമ്മളൊക്കെ പേടിക്കുന്ന ഒന്നാണല്ലോ സിംഹം. നമ്മൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോയാൽ, ഉദാഹരണത്തിന് മൈസൂർ, ചെന്നൈയൊക്കെ സൂകളിലൊക്കെ പോയാൽ നമ്മൾ സിംഹത്തെ നേരിട്ട് കാണാറില്ല അല്ലെ? നേരിട്ട് കാണാനും പറ്റില്ല. അതിൻ്റെ വേറെ തന്നെ ഒരു റൂമിൻ്റെ ഉള്ളിൽ നെറ്റൊക്കെ അടിച്ചിട്ട് ഗ്രില്ലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്താക്കാറുള്ളത്, സിംഹത്തെ കാണാറുള്ളത്. എന്നാലും പുറമെ രാജ്യങ്ങളൊക്കെ പോയാൽ സിംഹത്തെ നേരിട്ട് കാണാനും തൊടാനൊക്കെ നമുക്ക് കഴിയാറുണ്ട്. പക്ഷേ നമ്മളൊക്കെ പേടിക്കുന്ന ഒന്ന് തന്നെയാണ് സിംഹം എന്നുള്ളത്. ആ സിംഹത്തെ സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം? നമ്മൾ സ്വപ്നത്തിൽ കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ട് പ്രയാസം, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. കാരണം സ്വപ്നം കാണുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് അറിയില്ല ഇത് സ്വപ്നമാണോ എന്നുള്ളത്. മനസ്സിലായില്ലേ? റിയലായിട്ട് നടക്കുന്നതാണെന്ന് നമ്മൾ കരുതാം. അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും? ഒരാൾ സിംഹത്തെ അങ്ങനെ സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം മഹാനായ ഷെയ്ഖ് മൂസദ്ദമീരി എന്നവർ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഒരാൾ ഉറക്കിൽ സ്വപ്നം കണ്ടാൽ, അതായത് സിംഹത്തെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം പിടിച്ചു പറയുള്ള ഭരണാധികാരി എന്നാണ്. പിടിച്ചു പറയുള്ള ഭരണാധികാരി എന്നാണ്. പിന്നെ അക്രമി, രോഗിയുടെ രോഗം മാറും എന്നും ശത്രുദോഷമുണ്ടാകുമെന്നും ഇതിനെന്തുണ്ട് വ്യാഖ്യാനമുണ്ട്. അപ്പോൾ ഒരുപാട് നല്ലതല്ലാത്ത വ്യാഖ്യാനം പറഞ്ഞ കൂട്ടത്തിൽ രോഗിയാണിത് കാണുന്നെങ്കിൽ ആ രോഗിയുടെ രോഗം മാറും എന്നുണ്ട്, അതായത് സിംഹത്തെ സ്വപ്നം കണ്ടാൽ. അപ്പോൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറഞ്ഞു നമ്മൾ. ഒന്നാമത്തേതായിട്ട് പിടിച്ചു പറയുള്ള ഭരണാധികാരി, പിന്നെ അക്രമി, രോഗിയുടെ രോഗം മാറും, ശത്രുദോഷം. ഇതിൽ പറഞ്ഞ 5 ഒന്ന് മാത്രമേ എന്തുള്ളൂ നമുക്ക് പറ്റിയ നല്ലതായ വ്യാഖ്യാനമുള്ള, സ്വപ്നത്തിലെ വ്യാഖ്യാനമുള്ളതായിട്ടുള്ളൂ. മനസ്സിലായില്ലേ? സിംഹത്തെ സ്വപ്നം കാണാമെന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.